ഹലോ ഹലോ കേക്കാവോ? സാർ കേൾക്കാം സാർ. മറ്റേ നിങ്ങൾ me2 ആ ലിങ്കിൽ കയറരുത്. അത് രണ്ട് ലിങ്കും സെയിം അല്ല, എന്തോ ഇഷ്യൂ ഉണ്ട്. ഞാൻ കയറിയപ്പോ വേറെ സ്ഥലത്തേക്ക് പോയി. ബാക്കി കുറച്ച് പേരുണ്ടായിരുന്നോ? അവരോടൊന്ന് പറയണേ. നിഷാദ്. ഓക്കെ റൈറ്റ്. Okay, so good morning. Good morning, sir. റൈറ്റ്. അപ്പോ ബാക്കിയുള്ളവർ ആരും ഇല്ലേ? ഓണാക്കി വെച്ചിട്ടേ ഉള്ളൂ? ഉണ്ട് സാർ. ഓക്കെ, അപ്പൊ പറയുന്നതിന്റെ ബാക്കി കാര്യങ്ങൾക്കെല്ലാം റിപ്ലൈ നിങ്ങൾക്ക് ചാറ്റിലൂടെ തരാം കേട്ടാ. ഓക്കെ ഓക്കെ. സോ നിങ്ങൾ അസൈൻമെന്റ് ക്വസ്റ്റൻ എല്ലാവരും കണ്ടോ? യു ക്യാൻ ടൈപ്പ് യെസ് ഓർ നോ. അസൈൻമെന്റ് ക്വസ്റ്റൻ ഞാൻ ചെയ്തു എന്നല്ല ചോദിച്ചത്, കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കണ്ടോ? ഹലോ 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 ഓക്കെ, ബാക്കിയുള്ളവരാരും കണ്ടിട്ടില്ല? വാട്ട് അബൌട്ട് ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? ചെയ്തോ ഇല്ലയോ? കണ്ടോ ഇല്ലയോ? മൂന്ന് പേരെ ഈ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുള്ളൂ അല്ലെ? 3-4 പേര്. അങ്ങനല്ലേ മനസ്സിലാക്കണ്ടല്ലേ? എങ്ങനെ ഗ്രൂപ്പിലുണ്ടെന്നോ? മനസ്സിലായില്ല. യെസ് സാർ, ശ്രീരാഗ് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലിട്ടേ സാർ. ഓക്കെ. അപ്പൊ എല്ലാരും എല്ലാരും അത് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു റിപ്ലൈ വേണം. അത് സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് റിപ്ലൈ, അത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ 4 ആള് യെസ് അതിലല്ല വേണ്ടത്. ബാക്കി എല്ലാവർക്കും ഇപ്പൊ ഇത്രയും 14 പേരുണ്ട്. അപ്പൊ 14 അതിന് റിപ്ലൈ തരണോ? അത് ഓരോരുത്തരും കണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് ഈ കാര്യം ചോദിക്കുന്നത്. ഓക്കെ, ഈ ചോദിക്കുന്നതിന് വേറെ കാരണമുണ്ട്. കാരണം ഒന്നാമത് നിങ്ങളത് റെഫർ ചെയ്യേണ്ട വീഡിയോസ് റെഫർ ചെയ്ത വളരെ കുറച്ച് പേരേ ഉള്ളൂ. റൈറ്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൽ അർത്ഥമില്ല. നമ്മളത് ചെയ്യണം. ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് പോയാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ല നമ്മളിങ്ങനെ വെറുതെ ക്ലാസ് അങ്ങ് എടുത്തങ്ങ് പോകുമ്പോൾ ഞാൻ എന്റെ വഴിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്കാണ് പോവുക. അങ്ങനെയല്ല പോകേണ്ടത്. നമുക്ക് രണ്ടാം കൂടെ ഒരു വഴിക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ പോണം. ഇല്ലെങ്കിൽ ശരിയാവും. കാരണം ന്യൂമറിക്കൽസ് ആണ്, സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ്. ഭയങ്കര വാസ്റ്റ് ആണ്. കഴിഞ്ഞ നിങ്ങളുടെ സീനിയർ ബാച്ചിനേക്കാളും വലിയ സിലബസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിലുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു സീരിയസ്നെസ്സോട് തന്നെ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഞാൻ ആദ്യം പറയണ ഐ നീഡ് ആൻ ആൻസർ. ഓക്കെ, ഇവിടെ ഉള്ള എല്ലാവരും ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും അതിന് ആൻസർ ടൈപ്പ് ചെയ്യണം. എന്നാലേ ആയിട്ട് നിങ്ങൾക്കും ഇരിക്കാൻ കഴിയുള്ളൂ. റൈറ്റ്. ഓക്കെ, അവസാനം ഇട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് കോമ്പോസിറ്റ് ബാറിന്റെ പ്രോബ്ലംസ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ
തെർമൽ സ്ട്രെസ് കൺസെപ്റ്റും അതിന്റെ പ്രോബ്ലംസും ആണ് ഉള്ളത്. ഓക്കെ, തെർമൽ സ്ട്രെസ് ഇതുവരെ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല തെർമൽ സ്ട്രെസിന്റെ പ്രോബ്ലംസ് ഇല്ലാത്തതായിട്ട്. ഓക്കെ, അപ്പൊ ഷുവർ ആണ് തെർമൽ സ്ട്രെസിന്റെ പ്രോബ്ലംസ് എന്തായാലും വരും. റൈറ്റ്, നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടക്കമുള്ള ഒരു കേസാണത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ഇനി എന്റെ മുകളിൽ ഒരു ഇന്ന് തൊട്ടങ്ങ് മിനിമം, ഇപ്പോഴും ലേറ്റ് അല്ല, നാളത്തേക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ന് തൊട്ടങ്ങ് അതിന്റെ മുകളിൽ ഇൻഡിവിജ്വൽ ആയിട്ട് മെനക്കെടണം. ഓക്കെ, എറേഴ്സ് വരട്ടെ, പ്രശ്നമില്ല, നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കി എഴുതാന്നുള്ളതല്ല, ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ തരാം. അത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. ഓരോ ഇൻഡിവിജ്വൽ പേപ്പറും ഞാൻ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ അത് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് അത് പ്രോപ്പർ ആയിട്ട് അത് ചെയ്തിട്ട് എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ എവിടെ നിങ്ങൾ സ്റ്റക്കായി എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ മെയിൻ കാര്യം നിങ്ങൾ ഇവാലുവേറ്റ് അല്ല എന്നുള്ള പറഞ്ഞ പോലെ ഇത് എന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ കൂടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവണ്ടേ. ഓക്കെ, ഒന്നാമത് നമുക്ക് പേഴ്സണലി അറിയില്ല. റൈറ്റ്, ഇപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കും. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ തെർമൽ സ്ട്രെസ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയേക്കണം. നമുക്ക് പിന്നെ വീഡിയോസ് അതിലുണ്ട്, യൂട്യൂബിലുണ്ട്. റെഫർ ദ വീഡിയോസ്, ഡു ദ പ്രോബ്ലംസ്. ഓക്കെ, അത് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. റൈറ്റ്, ഓക്കെ, എല്ലാം അതിന്റെ ഇമ്പോർട്ടന്റ് ഏരിയാസ് വരുന്ന പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. റൈറ്റ്, ഓക്കെ. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സെക്കൻഡ് മൊഡ്യൂൾ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. വിൽ ബി മൂവിങ് ഓൺ ടു മൊഡ്യൂൾ 3. ഓക്കെ, സ്റ്റിൽ ഇനി ആൾക്കാർ ജോയിൻ ചെയ്യാനുണ്ട്. ബാക്കിയുള്ളവരോടും കൂടെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ, 16 പേരെ ആയിട്ടുള്ളൂ ഇതുവരെയായിട്ട്. ഓക്കെ, സോ സ്ക്രീൻ കാണാലോ അല്ലെ? പ്ലീസ് ആരും ഒരാളൊന്ന് റിപ്ലൈ ചെയ്യാം. സർ. യെസ്, ഓക്കെ. Okay, so now we'll be moving on to our first module. So we have already completed our second. We'll be moving on to our first module. Right. See, about ഈ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എൻറ്റയർലി അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. മൊഡ്യൂൾ 1 കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യുന്നത് അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതുവരെ നമ്മളെല്ലാ ക്ലാസ്സിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ സിമ്പിൾ കൺസെപ്റ്റ്സും അതിന്റെ സിമ്പിൾ പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഇവിടെ അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് സ്റ്റിൽ മനസ്സിലാക്കി പോകാൻ പറ്റാവുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ചെയ്തത് ഒരു പിന്നെ നമുക്ക് ഒരു സിമ്പിൾ ഒരു ക്വിക്ക് സമ്മറിയിലേക്ക് പോകണമെങ്കിൽ ഒരു സിമ്പിൾ ബാർ അല്ലെ, ഒരു 2 ഡയമെൻഷണൽ ബാർ ആക്സിയൽ ഫോഴ്സ് കണ്ടീഷൻസ് ഒക്കെയാണ് നോക്കിയത് അല്ലെ. 2 ഡയമെൻഷണൽ ബാർ ആക്സിയൽ ഫോഴ്സ്, ഇറ്റ് ഈസ് ഹാവിംഗ് എ ക്രോസ് സെക്ഷൻ ഏരിയ എ, ഇതുപോലത്തെ കേസുകളാണ്. ഇതൊരു 1 ഡയമെൻഷണൽ കേസാണ് അല്ലെ. ദ ഫോഴ്സ് ഈസ് ആക്ടിങ് എ സിംഗിൾ ഡയമെൻഷൻ. റൈറ്റ്, അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സി, സോ ദിസ് ഈസ് എ കേസ് വേർ ദ ഫോഴ്സ് ഈസ് ആക്ടിങ് y ആക്സിസ്, x ആക്സിസ് ആയിട്ട് ഒരു z ആക്സിസ് ഔട്ട്വേർഡ് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു സിംഗിൾ 1 ഡയമെൻഷണൽ കേസുകൾ മാത്രമായിരുന്നു നമ്മൾ ഇവിടെയൊക്കെ ചെയ്തത്. റൈറ്റ്, നൗ അപ്പൊ ഈ ഒരു കേസിൽ സ്ട്രെസ് വാല്യൂ സിഗ്മ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ അല്ലെങ്കിൽ റിയാക്റ്റീവ് ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഈ ഫോഴ്സ്, ഞാൻ ഇവിടെ പറഞ്ഞു ഇത് റിയാക്റ്റീവ് ഫോഴ്സ് ആണ് അല്ലെ. റിയാക്റ്റീവ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഇതിന് ഒരു പേരും എഫ് എന്ന് പറയുന്നത് നമുക്ക് പറയാം, ഇറ്റ് ഇസ് എ റിയാക്റ്റീവ് ഫോഴ്സ് or it is also called internal force. റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയാം. കറക്റ്റ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയെന്നുള്ള ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലേക്കാണ്. അപ്പൊ നമ്മൾ പലതിന്റെയും ഇന്നർ ഡീറ്റെയിൽസിലേക്കാണ് ഇതിൽ പോകുന്നത്. ഓക്കെ, സപ്പോസ് ഇപ്പൊ ഒരു കേസാണ്, ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ കേസാണ്. പക്ഷെ ആക്ച്വലി നമ്മളിപ്പോ ഒരു നേച്ചറിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. ഒരു സിംഗിൾ ഫോഴ്സ് എപ്പോഴും ഇതുപോലെ ഒരു ബാറിന്റെ മുകളിൽ ഒരു ആക്ച്വൽ ഫോഴ്സ് എന്നുള്ള ഒരു അവസ്ഥയായിരിക്കില്ല. നമ്മൾ മൾട്ടിപ്പിൾ ഫോഴ്സസ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഒബ്ജക്റ്റ് ഇതുപോലെ റെഗുലർ ഷേപ്പും ആയിരിക്കില്ല. ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ഇറഗുലർ ഷേപ്പ് അല്ലെ. ശരിയല്ലേ? എന്ത് തോന്നുന്നു? ഒന്ന് റിപ്ലൈ പറഞ്ഞ എന്ത് തോന്നുന്നു? ശരിയല്ലേ?
ഇതേപോലെ ഐഡിയൽ കേസ് ആയിരിക്കോ? കേൾക്കുന്നില്ലേ? എന്റെ കൂടെ ഇല്ലേ? യെസ്, ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് അപ്പോ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പുറത്തൂടെ നടക്കുന്നു എന്ന് വിചാരിക്കണം. ഓക്കെ, നമ്മള് പിന്നെ വീടിന്റെ പുറത്തൂടെ നടക്കുമ്പോൾ നമ്മൾ ഒരു കല്ലിൽ ചവിട്ടി. ഓക്കെ, ഈ കല്ല് ഇറഗുലർ ഷേപ്ഡ് ഒബ്ജക്റ്റ് ആണ്. അതെ, അതിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് അതിൽ കൊടുക്കുന്ന ഫോഴ്സ്, അപ്പോൾ നമ്മളെ ചെരുപ്പിന്റെ പല ഭാഗങ്ങളായിരിക്കും അതിന് കൊള്ളുന്നുണ്ടാവും. അപ്പൊ പല രീതി, പല വാല്യൂ ഓഫ് ഫോഴ്സ് ആണ് അതിന്റെ അകത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നമുക്കൊരു സിമ്പിൾ ഇറഗുലർ ഷേപ്ഡ് ഒബ്ജക്റ്റ് എടുക്കാം. ഓക്കെ, സോ ലെറ്റ് us സപ്പോസ് ദ ഒബ്ജക്റ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഒരു ഒരു ഇറഗുലർ ഷേപ്ഡ് ഒബ്ജക്റ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, അത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇറഗുലർ ഷേപ്ഡ് ഒബ്ജക്റ്റ്, ഒരു സ്റ്റോൺ ഓർ സംതിങ്. ഓക്കെ, ഓക്കെ, ഒരു ഇറഗുലർ ഷേപ്ഡ് ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, if suppose different forces are acting on this material. Okay, ഒരു irregular, വളരെ സിമ്പിൾ ആയിട്ട് ഒരു irregular ഒബ്ജക്റ്റ് എടുത്തു. അതിൽ if there are a number of forces acting on this one, like P1, okay, ഒരു P2 എന്ന് പറഞ്ഞ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഇപ്പുറത്ത്. ഓക്കെ, let this be P3. Okay, there are multiple forces, രണ്ട് ഡയറക്ഷനിലും ഒരുപാട് നമ്പർ ഓഫ് ഫോഴ്സസ് if it is acting. Okay, let this be P4, P5, P6, P7 and all. Okay, or a arbitrary shaped object, there are a number of forces acting on that object. Okay, and that in different directions. Okay, now in that case, what we are in is in knowing what is happening inside. അല്ലെ, ഇതിനകത്ത് വരുന്ന റിയാക്റ്റീവ് ഫോഴ്സസിനെ കുറിച്ച് നമുക്ക് അറിയാം. കാരണം റിയാക്റ്റീവ് ഫോഴ്സ് ആണ് അവിടെ എന്തുണ്ടാക്കുന്നത്, അവിടെ സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നത്. റൈറ്റ്, നൗ ഇതിന്റെ ഇന്നർ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാല്, നമ്മള് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിന്റെ ഇന്നർ ഡീറ്റെയിൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, യു നീഡ് ടു കട്ട് ദിസ് ഇൻ ടു പോർഷൻസ്. എന്ത് ചെയ്യാനാണ് ചെയ്തത്, ഇതിനെ ഒരു സെക്ഷൻ, ഒരു പ്ലെയിൻ വെച്ചിട്ട് ദിസ് arbitrary shaped object is cut into 2 pieces. Okay, ഇതൊരു സിമ്പിൾ സെക്ഷൻ ആണ്. ഇത് ബേസ് ചെയ്തിട്ട് ഇതിനെ രണ്ട് പോർഷൻ ആയിട്ട്, ലെറ്റ് ദിസ് ബി ഒരു പോസിറ്റീവ് പോർഷൻ ആണെന്ന് വിചാരിക്കാം, അപ്പർ പോർഷൻ, ഇത് നെഗറ്റീവ് പോർഷൻ, ഒരു ബോട്ടം പോർഷൻ ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒന്ന് it is above this one and the second one is below this one. Right, now see this method of sectioning, okay, is to learn about the reactive forces. Okay, so this method of sectioning to understand or learn about the internal forces, is called method of section. Okay, method of section ഒന്നുമില്ല, ഒബ്ജക്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു സെക്ഷനിങ് ചെയ്യുന്ന പ്രോസസ്സിനാണ് മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so this object can be divided into 2 pieces. Now okay, നമ്മൾ ഇതുവരെ ഇവാലുവേറ്റ് ചെയ്ത മെത്തേഡ് വെച്ചിട്ടൊന്നും ഈ ഒരു പീസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പൊ ഈ ഒരു വൺ ഡയമെൻഷണൽ കേസ് ആയിരുന്നു. വൺ ഡയമെൻഷണൽ കേസിൽ എനിക്ക് ഇവിടുത്തെ സ്ട്രെസ് കാണാൻ വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ, അതിനൊരു ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാണ് എന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, ദാറ്റ് ടു ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. പല ടൈപ്പ് ഫോഴ്സ് പല ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ എനിക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിന് ഒരു ഈ കംപ്ലീറ്റ് ബോഡി ഇതിന്റെ ടോട്ടാലിറ്റിയിൽ ഒരു ഫുൾ ബോഡി ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിനെ ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. അല്ലെ, ഇവിടെ എനിക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ P1 ക്രോസ് സെക്ഷണൽ ഏരിയ എടുക്കുകയാണെങ്കിൽ ഏത് സെക്ഷനിലെ ക്രോസ് സെക്ഷണൽ ഏരിയ എടുക്കും? കാരണം ഇവിടെ ഒരു ഇറഗുലർ ഷേപ്പ് ആണ്. അപ്പൊ ഏത് പോർഷനിലെ ഏരിയ ആണ് ഞാൻ എടുക്കേണ്ടത് എനിക്കറിയില്ല. അല്ലെ, അപ്പൊ ഈ ഫോഴ്സ് മാത്രം എടുത്താൽ മതിയോ? ഞാൻ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഈ ഒരു പോയിന്റിൽ P1 എഫക്ട് ഉണ്ട്, P2 എഫക്ട് ഉണ്ട്, P3 എഫക്ട് ഉണ്ട്. അങ്ങനെ എല്ലാ ഫോഴ്സിന്റെ എഫക്റ്റും ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, അപ്പോ ഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിൽ നമുക്ക് ഒരു നമ്പർ ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആർബിട്രറി ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഒരു കേസിൽ നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ കഴിയില്ല.
So you need to find something, a different method for solving such kind of a problem. Right? Now, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വിൽ ബി സെലക്ടിങ്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടാണ് ഒരു പുതിയ കോൺസെപ്റ്റ് വന്നത്. And that causes stress at a point. Okay, stress at a point. So here we'll be in detail dealing with the concept of stress at a point. Okay, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് is to understand the concept of stress point. Okay. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് നമുക്ക് നമ്മളെ ഒരു ഇതിന്റെ ടോപ്പിക്കിലൂടെ നമ്മൾ പോകുന്ന ക്ലിയർ ആയി വരും, തെളിഞ്ഞ് വരികയാണ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോ ഒരു കലക്ക വെള്ളത്തിന്റെ അവസ്ഥയിലാണല്ലേ, അത് നിന്ന് കുറച്ച് അങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതിന് തെളിയും. ഓക്കെ, അതിന് പക്ഷെ കുറച്ച് ടൈം, അതിന് നമ്മൾ നമ്മുടേതായ കുറച്ച് എഫേർട്ടും കൂടെ ഇട്ടാൽ മാത്രം മതി. ഓക്കെ, നോ അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ സ്ട്രെസ്സിന്റെ പോയിന്റ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഒരു പോയിന്റ് എടുത്തു, ഈ എല്ലാ ഫോഴ്സിന്റെ എഫക്ട് ഉണ്ട്, ഈ എല്ലാ ഫോഴ്സും ഞാൻ ഇവിടെ ഈ ഒരു പോയിന്റിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, മനസ്സിലായെങ്കിൽ മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ തൽക്കാലം അത് മാറ്റി വെക്കുക. ഓക്കെ, നൗ let us take a section. അപ്പൊ ഇതിലെ ഒരു പോർഷന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു കേസിൽ നിന്ന് ഇതിന്റെ ബോട്ടം പോർഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാം. നമ്മളെ എങ്ങനെയാണ് ഈ ബേസിക് ഇക്വേഷൻ വന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നൗ ഈ ഒരു സെക്ഷന്റെ ടോപ്പ് പോർഷൻ ഞാൻ എലിമിനേറ്റ് ചെയ്യാണ്, കൺസിഡറിങ് ദ ബോട്ടം പോർഷൻ. ഓക്കെ, സോ ദ ബോട്ടം പോർഷൻ is something like this. ഓക്കെ, ആർബിട്രറി ഷേപ്പ് ആണ്. ഈ ബോട്ടം പോർഷൻ is something like this. Okay, and this is the plane. Right. Okay. Now, see, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, a number of forces are acting, right? This forces, what happens is, it is transferred through this plane, അല്ലെ? നമ്മളിവിടെ ആക്ടേഴ്സ് ഒക്കെ, ഞാനിവിടെ ഒരു പ്ലെയിൻ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയിൻ ആദ്യം ഫോഴ്സസ് ഒക്കെ ഈ ബോഡിയിൽ ആക്ട് ചെയ്യും, ആ ബോഡിയിൽ നിന്ന് പ്ലെയിനിലേക്ക് ആക്ട് ചെയ്യും, പ്ലെയിനിൽ നിന്ന് ഈ ബോട്ടം പോർഷനിലേക്ക് അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ ഈ ടോപ്പ് പോർഷനിൽ ആക്ട് ചെയ്യുന്ന കംപ്ലീറ്റ് ഫോഴ്സസിനെ സം ടോട്ടൽ എഫക്ട് അത് എത്രയാണ്, അത് ഏത് ഡയറക്ഷനിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സപ്പോസ് ഇവിടെ ആക്ട് ചെയ്യുന്ന കംപ്ലീറ്റ് ഫോഴ്സസിന്റെ ഈ പോർഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഫോഴ്സ് ഇസ് ഡെൽറ്റ എഫ്. ഓക്കെ, ഈ സം ടോട്ടൽ ഫോഴ്സസിന്റെ എഫക്ട് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ എഫ്, ആൻഡ് ദാറ്റ് ഡെൽറ്റ എഫ് ഇസ് ആക്ടിങ് അറ്റ് സം ആംഗിൾ തീറ്റ. ഓക്കെ, അറ്റ് സം ആംഗിൾ ഏതോ ഒരു ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ ഫോഴ്സ്. ഫോഴ്സ് പറയണമെങ്കിൽ ഇറ്റ്സ് എ വെക്ടർ അല്ലെ. അപ്പൊ ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് ഇസ് ഡെൽറ്റ എഫ്. ഇതെല്ലാം കൂടിയിട്ടില്ല മൊത്തം, പിന്നെ ഈ P1 P2 എല്ലാം എഫക്ട് എന്ന് പറയുന്നത് ഡെൽറ്റ എഫ്, ആൻഡ് ദാറ്റ് ഇസ് ആക്ടിങ് അറ്റ് സം ആംഗിൾ തീറ്റ. ഓക്കെ, റൈറ്റ്. നൗ and this force is transferred to here, and I'm assuming force ഒരു പിന്നെ ടെൻസൈൽ ഫോഴ്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യണം. ഓക്കെ, റൈറ്റ്. നൗ ഇൻ ദാറ്റ് കേസ് എനിക്കിങ്ങനെ പറയാം, this force can be resolved two components. Okay, one, and let that force be acting at a small cross section, small area delta A. Okay, ഒരു ചെറിയൊരു ഏരിയ ഞാൻ കൺസിഡർ ചെയ്യാണ്, ഈ ഒരു ടോപ്പ് പോർഷനിൽ ഈ ഒരു ഏരിയ ഞാൻ കൺസിഡർ ചെയ്യാണ്. ആ ഏരിയയിൽ ഈ കംപ്ലീറ്റ് ഫോഴ്സ് ഞാനോട് ഒരു പോയിന്റ് സെലക്ട് ചെയ്തു, ആ പോയിന്റ് ചുറ്റുമായിട്ടുള്ള ഒരു സിമ്പിൾ ഏരിയ, ഒരു ചെറിയൊരു ഏരിയ ഡെൽറ്റ എ ഞാൻ സെലക്ട് ചെയ്യാണ്. ഈ മൊത്തം എഫക്ട് ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ എഫ്, and that delta f is acting at some arbitrary direction. Okay, now അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ട് കോമ്പണൻസ് ആണ് ഉണ്ടാവും. നമുക്കറിയാം, നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കോമ്പണൻസ് ഉണ്ടാവും. ഇത് അതിന്റെ നോർമൽ കോമ്പണന്റ് ആണ് ഡെൽറ്റ എഫ് എൻ, ആൻഡ് അതിന് രണ്ടാമത്തെ ഒരു കോമ്പണന്റ് ഉണ്ട്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഡെൽറ്റ എഫ് എസ്. ഓക്കെ, your normal component, and the second one is your shear force, അല്ലെ? Normal force and shear force.
റൈറ്റ്. നൗ അങ്ങനെയാണെങ്കിൽ ദ സ്ട്രെസ് ആക്ടിങ് along the normal, stress acting along the normal is equal to നമുക്ക് ഇങ്ങനെ പറയാം, ലിമിറ്റ് ഡെൽറ്റ എ ടെൻസ് ടു സീറോ. കാരണം ഞാനിവിടെ നോക്കുന്നത് ഒരു പോയിന്റിലെ, നമ്മൾ പറഞ്ഞു സ്ട്രെസ് അറ്റ് എ പോയിന്റ് ആണ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ലിമിറ്റ് ഡെൽറ്റ എ ടെൻസ് ടു സീറോ അല്ലെ. ഡെൽറ്റ എ എപ്പോഴാണ് സീറോ ആവുക അപ്പോഴാണ് എനിക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടുക അല്ലെ. സോ ലിമിറ്റ് എ ടെൻസ് ടു സീറോ ഡെൽറ്റ എഫ് എൻ ബൈ ഡെൽറ്റ എ. ഓക്കെ, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് നമുക്ക് ഇങ്ങനെ പറയാം, സിഗ്മ ഈക്വൽ ടു limit delta a tends to 0 delta f a n by delta a. Okay, this is your normal stress. Now similarly your shear stress or tau s എന്ന് sigma s എന്ന് കൊടുക്കാം is equal to see ഈ ഒരു ഫോഴ്സ് ഇവിടെ ഷിയറിംഗ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ്. Okay, and that will act along the plane. Okay, that is given by limit delta a tends to 0 delta f s by delta a. Okay, now this is how this equation has been. Okay, നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടാണ് ഒരു ഇക്വേഷൻ ഫോം ചെയ്തത്. പക്ഷെ ഈ ഒരു കേസിൽ സിംഗിൾ എന്താ പറയാ ഒരു വൺ ഡയമെൻഷൻ കേസ് ആയതുകൊണ്ട് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫോം. ഓക്കെ, ഇത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക് ആണ് നമ്മൾ മെത്തേഡ് ഓഫ് സെക്ഷൻസ് എന്ന് പറയാം. മെത്തേഡ് ഓഫ് സെക്ഷൻ. ഓക്കെ, മെത്തേഡ് ഈസ് ജസ്റ്റ് ടു മേക്ക് സെക്ഷൻ. ഓക്കെ, സി എന്ന് പറയുമ്പോൾ ഏതൊരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാലും നമുക്കിവിടെ ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ തന്നെ, ഇതിപ്പോ ഒരു 2 ഡയമെൻഷണൽ കേസായി, ഒരു പ്ലെയിനിലെ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് നമുക്ക് ഇവിടെ കിട്ടി, അല്ലെങ്കിൽ 2 ഡയറക്ഷനിലുള്ള സ്ട്രെസ്സസ് എന്ന് വെച്ചാൽ ഇൻ ഈച്ച് പ്ലെയിൻ യു വിൽ ഹാവ് എ നോർമൽ സ്ട്രെസ് ആൻഡ് എ ഷിയർ സ്ട്രെസ്. ഓക്കെ, സിമ്പിൾ കേസ് സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്നുള്ളത് ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ അതങ്ങനെ നിൽക്കട്ടെ, കണ്ടന്റും ഇതിന്റെ നോട്ടും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങളത് വളരെ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ കഴിയുമ്പോഴേക്ക് ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് തെളിഞ്ഞു വരും. ഓക്കെ, റൈറ്റ്. നൗ നമുക്കിനി സ്ട്രെസ് നൊട്ടേഷൻ, സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഇൻ 3 ഡയമെൻഷണൽ കേസിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇത് 2 ഡയമെൻഷണൽ കേസായി. നമുക്കിതിനെ ഒരു 3 ഡയമെൻഷണൽ കേസിൽ എങ്ങനെയായിരിക്കും സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്ന് നോക്കാം. ഓക്കെ, okay, so stress at a point. Right. Now in rectangular Cartesian system, അതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേറിയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഹലോ, ഓക്കെ, ബാക്കിയുള്ളവരോ? എല്ലാവരും ഇവിടെ ഉണ്ടാ? ഓക്കെ, റൈറ്റ്, ഫൈൻ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് എന്റെ കൂടെ വരിക, നമുക്ക് ഓരോന്ന്. റൈറ്റ്, ഓക്കെ, ഫൈൻ. നൗ നമുക്ക് പിന്നെ ബേസിക്കലി 2 ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഒന്ന് കാർട്ടീഷ്യൻ എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം? നിങ്ങൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ആരെങ്കിലും എന്താണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം? ഇല്ല. 4 ക്വാഡ്രന്റ്സ് ഉണ്ടാവും അല്ലെ. അതിനും പിന്നെ വൃത്തിയായിട്ട് നമുക്ക് പറയാം, ഒരു പ്ലെയിനിൽ മാത്രം അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയാം, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ നമുക്കത് പലർക്കും അതാണോ ഇത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, പറയുകയാണെങ്കിൽ നമ്മുടെ XY കോർഡിനേറ്റ് സിസ്റ്റം, XYZ കോർഡിനേറ്റ് സിസ്റ്റത്തിനാണ് നമ്മൾ
കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇത് തന്നെയാണ് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് ആൻഡ് സെഡ് കോർഡിനേറ്റ്. വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനാണ് നമ്മൾ കാർട്ടീഷ്യൻ റെക്ടാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, നൗ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ട്രെസ് നൊട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. സ്ട്രെസ് അറ്റ് എ പോയിന്റ് നമുക്ക് ഇതിനെ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം, സ്ട്രെസ് നൊട്ടേഷൻ. ഓക്കെ, സ്ട്രെസ് അറ്റ് എ പോയിന്റ്, പിന്നെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, പിന്നെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, സി ഞാൻ കഴിഞ്ഞ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് സമ്മറൈസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇത്രേ ഉള്ളൂ. when a number of forces are acting on a body, okay, different forces, rotative forces, അങ്ങനെ ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ടു ഇവാലുവേറ്റ് ദിസ്, ഇതിനെ നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വിൽ ടേക്ക് ദ സ്ട്രെസ് അറ്റ് എ പോയിന്റ്. ഏത് പോയിന്റ് ആണെന്ന് വെച്ചാൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് ആ ലോഡിന്റെ എഫക്ട് എവിടെയാണോ വരിക ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതാണെന്ന് വിചാരിക്കും. ഓക്കെ, നൗ വിൽ ഇവാലുവേറ്റ് ദ സ്ട്രെസ് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ആ ഒരു പോയിന്റിൽ മാക്സിമം എത്ര സ്ട്രെസ് വരുന്നുണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് സിസ്റ്റത്തിലെ മാക്സിമം സ്ട്രെസ് എത്ര നമുക്ക് കിട്ടും. ഓക്കെ, സോ അത് ബേസ് ചെയ്താണ് ഈ സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ജനറേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, നൗ ഹൗ ഡു വി റെപ്രസെന്റ് ദ സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഇൻ എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പോയിന്റ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പോയിന്റിനെ ഒരു ഒരു പിന്നെ ഒരു ക്യൂബായി കൺസിഡർ ചെയ്യുക. കാരണം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ കുറച്ചൊരു വലിയ രീതിയിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ ഡയറക്ഷനിലുള്ള ഫോഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനുള്ളതാണ്. Right. Now the stress at a point can be represented like this. Okay. Now let this be my origin. ഇത് എന്റെ 3 coordinate system. Okay. Now let this be my x coordinate system. Sorry, x axis, y axis, and z axis. Okay. Now first of all, let us assume the point to be a point to be a, okay, ഒരു വലിയ ക്യൂബ് ആയിട്ട് വിത്ത് സം ഫൈനൈറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, നമുക്കൊരു ക്യൂബ് ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ഏതാണ്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. അതിന്റെ കൂടെ വരച്ചു വെച്ചോ. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ടൈം ആവാണ്. ഓക്കെ, okay, just make a cube. Okay, so the stress at a point ഒരു ക്യൂബ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. Now let this distance be the distance be dx, this be d, sorry, dx, and let this distance be dz. ഓക്കെ, അത് നോട്ട് ചെയ്യാം. മറ്റേ അടുത്ത കൺസെപ്റ്റ് പറയാൻ കുറച്ച് കാര്യമായിട്ടുണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഈ ഡയഗ്രം ഒന്ന് നോട്ട് ചെയ്യാം. ഒരു ക്യൂബ് വിത്ത് എക്സ് വൈ സെഡ്. ഞാൻ എന്റെ നോട്ട്സ് ഇന്ന് ഷെയർ ചെയ്യാം. കഴിഞ്ഞ മോഡ്യൂളിൽ എടുത്തതുപോലെ ആയിരിക്കില്ല. ഇതില് ഞാൻ നോട്ട്സ്, ഇതിന്റെ ഏരിയാസിന്റെ നോട്ട്സ് ഞാൻ ഇന്ന് തന്നെ അയച്ചു തരാം. ഇത് കുറച്ച് ദിവസമായിട്ട് തന്നെ നോട്ട്സ് ഞാൻ അയച്ചു തരാം. അപ്പോ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇത് വായിക്കണം. കാരണം ഇത് കുറച്ച് കൺസെപ്റ്റുകൾ ക്ലിയർ ആവാനുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരിക അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്ന് പ്രയർ ആയിട്ട് വായിക്കാം, എന്നിട്ട് അറ്റൻഡ് ചെയ്യാം. റൈറ്റ്. ഓക്കെ, പിന്നെ ഓൾമോസ്റ്റ് ടൈം, ഒന്ന് പെട്ടെന്ന് അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞേ. സെക്കൻഡാ.
ഓക്കെ, അത് ഞാൻ വിളിക്കാം. ആകാശ് പ്രസന്റ് പറഞ്ഞാൽ മതി. ആകാശ്. അമിത്. പ്രസന്റ് സാർ. അമിത്. പ്രസന്റ്. അഖിൽ. പ്രസന്റ് സാർ. കാർത്തിക്. പ്രസന്റ് സാർ. പ്രസന്റ് സാർ. ലാദിൻ. പ്രസന്റ് സാർ. ഷസാദ്. മുക്തസിൻ. അസഫ്. Present. ഫർദീൻ. Present. പ്രസന്റ് സാർ. ഫത്തേഹ്. പ്രസന്റ്. സമ. സിയാൻ. മുഹമ്മദ് സിയാൻ. നിഷാദ്. പ്രസന്റ് സാർ. നിവേദ്. പ്രസന്റ് സാർ. പ്രത്യുഷ്. പ്രത്യുഷില്ല. രാഹുൽ. പ്രസന്റ് സാർ. പ്രസന്റ് സാർ. പ്രസന്റ്. സരുൺ. സൗരവ്. ശ്രീരാഗ്. പ്രസന്റ് സാർ. പ്രസന്റ്. വിഷ്ണു. പ്രസന്റ് സാർ. വിഷ്ണു എൻ. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ നോട്ട് ഇപ്പൊ തന്നെ ഷെയർ ചെയ്യും. ഒന്ന് റെഫർ ചെയ്യാം. നാളത്തേക്ക് ഇത് വായിച്ചിട്ട് വരിക. കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, താങ്ക് യു. വിഷ്ണുവിനുണ്ട് റേഞ്ച്